നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. എടപ്പാളിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ബൈക്കിലിടിച്ച ആംബുലൻസ് എതിർദിശയിൽ വന്ന മറ്റൊരു വാഹനത്തിലും ഇടിച്ച് നിന്നു. എടപ്പാൾ നീലാഞ്ചനം വീട്ടിൽ നീരജിനാണ് പരിക്കേറ്റത്. താനൂർ കടലിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി. മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളാണ് മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കും. മത്സ്യബന്ധന തൊഴിലാളിയുടേതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ലോറിയിൽ കുടുങ്ങി ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റ് തകർന്നു വീണതോടെ ദുരിതത്തിലായി കോവിലങ്ങ റോഡ് യാത്രക്കാർ. റെയിൽവേ ഗേറ്റ് ബാർ ലോറിയിൽ തട്ടി വീണതിനെ തുടർന്ന് കോഴിക്കോട് പരപ്പനങ്ങാടി റോഡിലെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവ് കച്ചവടം നടത്തിയവരെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിച്ച് പൊന്നാനി നഗരസഭ. തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി നഗരസഭ രംഗത്ത്. ചമ്പ്രവട്ടം പാലത്തിന്റെ ഇരുകരകളായ അയ്യപ്പ ക്ഷേത്ര ഭാഗത്തും നരിപ്പറമ്പ് ഭാഗത്തും അനുബന്ധ റോഡുകളിലുണ്ടായ കുഴികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഇവിടെ മഴ പെയ്ത വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായി. വേങ്ങര മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിന് ചുറ്റും വെള്ളക്കെട്ട്. വിദ്യാലയ മുറ്റത്താകെ ചളി നിറഞ്ഞിരിക്കുകയാണ്. വേങ്ങര ചാത്തംകുളം പാടത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലേക്കുള്ള വഴി മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങിയതിനാൽ റോഡിനു വേണ്ടി കെട്ടിയ 3/4 അടി മാത്രം വീതിയുള്ള പാർശ്വഭിത്തിയിൽ പിടിച്ചാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. മേലാറ്റൂർ മനഴി 2ാം വാർഡിൽ സ്വകാര്യ വ്യക്തി മതിൽ നിർമ്മിച്ചതിനെ തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിൽ റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ. വെള്ളം റോഡിലൂടെ പരന്നൊഴുകിയതോടെ തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തി റോഡിനു കുറുകെ മണൽച്ചാക്ക് വെച്ച് വെള്ളം തടഞ്ഞു. മതിൽ കെട്ടിയ സ്ഥലയുടമയോട് മതിൽ പൊളിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അയൽ സ്ഥലയുടമയോട് റോഡിനു കുറുകെയുള്ള തടസ്സം ഒഴിവാക്കുന്നതിനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്ത ഭീഷണിയെ തുടർന്ന് കരുവാരക്കുണ്ടിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം നിർത്തി. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്ന 153 പേരെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. മഴ കുറഞ്ഞതോടെ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ക്യാമ്പിന്റെ പ്രവർത്തനം നിർത്തി. മഴ കുറഞ്ഞെങ്കിലും കോൾ മേഖലയിലെ ജലനിരപ്പ് കുറയാത്തതുമൂലം താഴ്ന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. പൊന്നാനി കോളിനോട് ചേർന്ന് താമസിക്കുന്ന മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലും പൊന്നാനി നഗരസഭയിലെ BM റെഗുലേറ്ററിന്റെ സമീപ പ്രദേശങ്ങളിലെയും 500 കുടുംബങ്ങളാണ് ഒരാഴ്ചയായി വെള്ളക്കെട്ടിൽ കഴിയുന്നത്. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.